ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്മ അത്യാവശ്യമായിട്ടൊരു വഴിയിൽ പോകണമായിരുന്നു, അങ്ങനെ ഇറങ്ങി. അപ്പോൾ വൈശിക്ക് നല്ല പനി ആയതുകൊണ്ട് ഞങ്ങൾ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി വന്നതാണ് കേട്ടോ. അപ്പോൾ വൈശുവിനെ സ്കൂളിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ട് മരുന്ന് വാങ്ങിയിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ വരെ പോകണമെന്ന് തോന്നിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്തായാലും പഴുത്ത ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛനങ്ങനെ. അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് തന്നു വിട്ടു. എന്താ വേണം തണുക്കുന്ന പിന്നെ തിന്നാ. അയ്യോ അച്ഛ കൊടുക്കല്ലേ, പനിയാ. അയ്യോ തണുപ്പല്ലയോ, എന്തെങ്കിലും കൊടുത്ത. എനിക്കും പനിയാ. അയ്യോ എനിക്ക് മാത്രം കിട്ടിയില്ല, നല്ല എനിക്ക് മാത്രം കിട്ടിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരം. താങ്ക് യു. ഇന്നെന്തായാലും വരാൻ തോന്നിയത് തണുത്തതാ മതി. ഇനി നമുക്ക് വീട്ടിൽ പോയി തിന്നാം, അപ്പോഴത്തേക്ക് തണുപ്പൊക്കെ മാറും. വൈശികയ്ക്ക് ഭയങ്കര പേടിയാ പൂച്ച. വൈശു ഇതൊന്നും കാണല്. വൈശു കണ്ടാ അവിടെ വഴക്ക് കിടക്കും ഇവിടെ വന്നെന്ന് പറയാമെങ്കിൽ. മിക്കവാറും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അവള് കാണും, എങ്ങനെങ്കിലും അവള് കണ്ടിരിക്കും. കണ്ടു ചേരും കേട്ടോ, ഈ കുഞ്ഞിനെ കണ്ടിച്ചു കൊടുക്കണം. അവളിക്കുന്നുണ്ട്, വൈശു വയ്ക്കുന്ന പോലെ ഉണ്ടല്ലേ ഇവിടെ അവള്. വൈശുവിനോട് പാ. അതിലെ രാജസ്ഥാനിൽ പോയി പെരക്കാത്തിരുന്ന് വെളുത്ത്. നമുക്ക് ഇവിടെ നിക്കാൻ വരാം, ഇവിടെ 2 ദിവസം നിക്കാൻ വരാം, അന്നേരം വരാം. അവിടെ മുട്ടും പിച്ചിക്കൊണ്ട് നടക്കുന്നു. ആരോഗ്യത്തിന് നല്ലതെന്ന് അവിടെ നോട്ടാക്കണ്ട. നമ്മുടെ വീട്ടിൽ പൂച്ചക്കുഞ്ഞ് വന്നു. ഫോൺ എടുത്തോ? ഏട്ടൻ ചോറ് കഴിക്കാൻ വന്നായിരുന്നു കേട്ടോ. ഞങ്ങള് തിരിച്ചെത്തി വീട്ടില്. പൂച്ച പൂച്ച പോട്. 1 2 പൂച്ചക്കുഞ്ഞ്. 1 2 ഒരെണ്ണം 3. അയ്യോ അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോവും. അടുപ്പ് കല്ലും കൊണ്ടേ പോകത്തോളൂ. ഓടാടുന്നു.
ഇയാൾ ഇവിടെ വന്നിരുന്ന് ചോദിക്കുക എന്തെങ്കിലും കൊടുക്കാനെന്നും പറഞ്ഞു കേട്ടോ. എനിക്ക് എന്തെങ്കിലും തരുമോ? അപ്പം തന്നെ കൊണ്ടുപോകും. എന്നെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല, ഞാൻ നിന്നെ കൊണ്ടുപോകുന്ന. ആ എന്നെ കൊണ്ടുപോകത്തില്ല. വൈശുവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ട ഇവിടെ കിടന്ന് കളിക്കുകയാണ് വൈശുവും വൈദുവും വൈശികയും കൂടെ. വീഴും. കുരിക വലിഞ്ഞു കയറുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോരുന്നു. ഇവിടെ വന്നിട്ട് പിന്നെ എന്തൊക്കെ ബിസ്ക്കറ്റും ഒക്കെ തിന്നതുകൊണ്ട് പിന്നെ വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴാണ് ചോറ് കഴിച്ചത്. മുട്ടയും രസവും അതുപോലെ വെള്ളരിക്കയൊക്കെ ഇട്ടിട്ടുള്ളൊരു തോരനായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അമ്മ രാവിലെ ഉണ്ടാക്കി തന്നിട്ട് പോയതാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് അമ്മ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചക്ക വെച്ച് ഇലയപ്പം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഇലയപ്പം ഉണ്ടാക്കി. രാത്രിയിൽ ഏട്ടൻ മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂട തോരനും രസവും നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച കറികളെല്ലാം കൂട്ടി ചോറ് കഴിച്ചു രാത്രിയിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബൈ.